ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലേഷ്യയിലെ 5-ാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ താഴോട്ട് വന്നിരിക്കുകയാണ് റൂമിൽ നിന്ന്. ഇന്ന് ഭയങ്കര ഭയങ്കര വെയിലാണ്. എനിക്ക് 32 ഡിഗ്രി സെൽഷ്യസ് ഇന്നുണ്ട്. നമ്മൾ പൊള്ളുന്ന വെയിലത്തൂടെ നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ നമ്മുടെ ഹോട്ടലിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടൽ. അങ്ങനെ താണ്ട നമ്മുടെ പയ്യന്മാരോടുണ്ട്, മലയാളീസാണ്. ഇവന്മാർ മലപ്പുറം ഏരിയ നിന്നാണ് അവർ വന്നേക്കുന്നത്. നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉച്ച ടൈം ഏകദേശം ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു രസം പോലൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലെ രസം പോലൊരു സംഭവമാണ്. അത് കഴിഞ്ഞാണ്ട് മീനിൻ്റെ ചാറ്, ചിക്കൻ ഫ്രൈ, ചോറാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 17 റിങ്കറ്റൊക്കെ അടുപ്പിച്ചാവും. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈകുന്നേരമായി. നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഫുട്ടേജ് മിസ്സായിപ്പോയി. നമ്മൾ വൈകുന്നേരം 2 കോഫി പറഞ്ഞു. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയും നമ്മുടെ മട്ടൻ കറിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏകദേശം ഇവിടെ ഒരു 14-17 റിങ്കറ്റ് അടുപ്പിച്ച് വരും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം വന്ന്, മലപ്പുറത്തുള്ള നമ്മുടെ ടീം നമ്മളെല്ലാവരും കൂടെ നൈറ്റ് കറങ്ങാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ നൈറ്റ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നൈറ്റ് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ ഒരുപാട് ഫുഡായാലും ഡ്രസ്സസ് ആയാലും ഇവിടെ അവൈലബിളാണ്. ഇത് ശനിയാഴ്ചയും ബുധനാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാം ഓപ്പൺ ആവണമെന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ഫുഡ് ഐറ്റംസ് നോക്കുവാണ്. ഇവിടെ എല്ലാം അത്യാവശ്യം റേറ്റ് കുറവാണ്. പക്ഷേ വൃത്തി എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം അടിപൊളി ഫുഡ് ഐറ്റംസ്, ഒരുപാട് വെറൈറ്റീസ് ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ശനിയാഴ്ചയാണ് കൂടുതലും ഇവിടെ ഫുഡ് ഐറ്റംസ് ഉള്ളതെന്നാണ് മലപ്പുറത്തുള്ള നമ്മുടെ പിള്ളേർ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് നമുക്ക് ചോളം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ചോളത്തിൻ്റെ ആ സെയിം, അവരതിനകത്ത് ഫ്ലേവേഴ്സ് എല്ലാം ചേർത്ത് സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഇവിടെയും. അത് കഴിഞ്ഞ് നമുക്ക് വെറൈറ്റി ഓഫ് ജ്യൂസസ് ഉണ്ട്. പുറത്ത് ലോക്കലാന്ന് പറഞ്ഞ് നമുക്ക് റേറ്റ് മാത്രമേ ഉള്ളൂ കുറവ്. വൃത്തി നമുക്ക് ഷുവർ പറയാൻ പറ്റത്തില്ല. വൃത്തിയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുക, അത്രയേ ഉള്ളൂ. അത്യാവശ്യം ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവിടെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത് നമ്മുടെ ആംഗ്രി ബേർഡ്സ് കൂട്ടുള്ള ഓരോ ഫ്രൂട്ട്സിനകത്ത് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് ജ്യൂസ് വെറൈറ്റീസ് ഉണ്ട്. ഏത് ജ്യൂസായാലും നമുക്കൊരു 5 റിങ്കറ്റിന് താഴെയുള്ളൂ. മലേഷ്യൻ 5 റിങ്കറ്റിന് താഴെയാണ് നമുക്ക് അവൈലബിൾ ആകുന്നുള്ളത്. ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കാറുണ്ട്. സാറ്റർഡേസ് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. പിന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ഡ്രസ്സ് തന്നെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളുണ്ട്. അതൊക്കെയാണെങ്കിൽ 5 റിങ്കറ്റ് അല്ലെങ്കിൽ 10 റിങ്കറ്റിനകത്ത് തന്നെ നിൽക്കും. മലേഷ്യൻ 10 റിങ്കറ്റ്. അങ്ങനെ നമ്മളൊരു ചീനക്കാരനെ കണ്ട്, പുള്ളിക്കാരൻ നമുക്ക് 2 റംബൂട്ടാൻ്റെ ഇതൊക്കെ തന്നു. മഞ്ഞ കളർ റംബൂട്ടാൻ അത്യാവശ്യം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാവരും ചീനക്കാരെന്നാണ് പറയുന്നത്, ചൈനക്കാരെ. നമ്മുടെ മലയാളീസാണ് കൂടുതലും ചീനക്കാരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണ്. അമ്പാനും നമ്മുടെ ടീമുകളെല്ലാം ഉണ്ട് മലപ്പുറത്ത് നിന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഡ്രസ്സ് ഐറ്റംസ്. ഇവിടെ എല്ലാ ഡ്രസ്സിനും അത്യാവശ്യം നല്ല വിലക്കുറവാണ്. അടിപൊളി ഡ്രസ്സുമാണ്. പിന്നെ യൂസ് ചെയ്ത ഡ്രസ്സുകളുണ്ട്. അതാകുമ്പോൾ ഇച്ചിരി റേറ്റ് കുറയും. ഇതൊക്കെ അത്യാവശ്യം ഫ്രഷ് പീസസ് ആണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ കിട്ടും. ഒരു 50 റിങ്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ വന്ന് ഒരുപാട് ഡ്രസ്സ്, ഒരു 10-15 പെയർ ഡ്രസ്സ് നമുക്ക് എടുക്കാം. എല്ലാം അടിപൊളി നല്ല വെറൈറ്റി സാധനങ്ങളാണുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടും. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾസ്. ഇതെല്ലാം നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് ആവശ്യം എത്ര ആണ് വേണ്ടത്, ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം അത് നമുക്ക് ബില്ല് ചെയ്യാം. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. വൈറ്റ് റാഡിഷ്, പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഒന്നും പേര് കറക്റ്റ് അറിയത്തില്ല. എന്നാലും മാംഗോസ് തന്നെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. ഒരു മാംഗോ തന്നെ ഏകദേശം 1 കിലോ അടുപ്പിച്ചെങ്കിലും തൂക്കം വരുന്ന മാംഗോസ് ഉണ്ട്. അത്യാവശ്യം ഫ്രഷ് ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാനായാലും ഒരെണ്ണമായിട്ട് നമുക്ക് ബൈ ചെയ്യാം. പിന്നെ വെള്ളരിക്ക അല്ലെങ്കിൽ കത്തിരിക്ക എന്നൊക്കെ പറയുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് സാധാ കോമൺ മാംഗോസ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇവിടെ മാത്രം ലഭിക്കുന്ന ഒരുപാട് മാംഗോ വെറൈറ്റീസ് ഉണ്ട്. റംബൂട്ടാനാണ് ഇവർ കൂടുതലായിട്ട്. ഒരുപാട് റംബൂട്ടാൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഓറഞ്ച്, മാംഗോ, ആപ്പിൾ, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെയുള്ള മീറ്റ് ഷോപ്സ് ആണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. പോർക്ക്, ബീഫ്, ഏതിൻ്റെ ആയാലും മീറ്റ് അവൈലബിൾ ആണ്. കോഴി ആയാലും ആട്ടിറച്ചിയായാലും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിലോട്ട്, ഈ ലോക്കൽ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. സാറ്റർഡേസ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. നമുക്ക് ഒരു വീട്ടിലോട്ട് വേണ്ട അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ബയ്യാണ്. പുള്ളിക്കാരൻ ഒടുക്കത്തെ കമ്പനിയാണ്. നമ്മുടെ ഈ മലബാറി അല്ലെങ്കിൽ മലപ്പുറംകാരുടെ കൂടെ കമ്പനി അടിച്ച് പുള്ളിക്കാരൻ സൂപ്പർ വൈബാണ്. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലെ M80യുടെ കൂടെ ഒരു വണ്ടിയാണിത്.
അത്യാവശ്യം സൂപ്പർ വണ്ടി. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു സ്പോർട്സ് വണ്ടി കേട്ടോ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. പിന്നെ സൈലൻസർ, അക്രോബോബിക്കിൻ്റെ സൈലൻസറൊക്കെ വെച്ചേക്കുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രൂട്ട് മേടിച്ച് അവിടെ കണ്ട ഒരു വെറൈറ്റി സാധനമാണിത്. വെളുത്തുള്ളിയാ, പാമ്പിൻ്റെ തൊലി പോലെ ഇരിക്കുന്നല്ലേ. പറയട്ടോ, ചിലപ്പോ കയ്പൊക്കെ ആണെങ്കിൽ ആ കടിക്ക് പോകും. അതിനാന്ന് പറഞ്ഞേ നമ്മുടെ ചക്കയൊക്കെ ചക്കടി പോയി. ചക്ക പക്ഷെ പൈനാപ്പിളിന്റെ ഒരു കുത്തലും ഉണ്ട് ചക്കയുടെ കൂട്ടിരിക്കും അല്ലേ. How is it? ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു വലിയ പള്ളിയാണ്. ഇവിടെയുള്ള മുസ്ലിംസ് ഇവിടെ വന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടൽസിൻ്റെ തന്നെ പാർട്ട്ഷിപ്പിലുള്ള വേറെ ഹോട്ടലിലോട്ട് നമ്മൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ സൈഡിലെല്ലാം കാണുന്ന മാർക്കറ്റാണ്. ഇതെല്ലാം അത്യാവശ്യം ലോക്കൽ മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ മെയിൻ മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ മോഡലിനെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ മുഷി പോലുള്ള സംഭവമാണിത്. ഇത് ലൈവായിട്ട് നമ്മുടെ ഈ ഹോട്ടൽ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് തരും. അത്യാവശ്യം അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി. അത് കഴിഞ്ഞതാണ് നമ്മൾ വേറൊരു അവരുടെ ഒരു ഹോട്ടലിലോട്ട് വന്നേക്കുവാണ്. ഇതെല്ലാം മലപ്പുറത്ത് നിന്നുള്ള മലയാളീസാണ് കൂടുതലും. ഭയങ്കര കാര്യമാണ് നമ്മൾ ഫുഡ് കഴിച്ചോ എന്നുള്ളതൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് നമുക്ക് വേണമെങ്കിൽ തരും. ഭയങ്കര കാര്യമാണ്. ഇത് നമ്മുടെ മലയാളീസ് നടത്തുന്നതാണ്. ഇത് ഫുള്ളും മലപ്പുറംകാരാണ് ഫുള്ളും നടത്തുന്നത്. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ തന്നെ വന്നേക്കുവാണ്. നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു. നമ്മൾ നടന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. 1 കിലോ ആപ്പിളും മേടിച്ചായിരുന്നു. ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ മാർക്കറ്റ് അത്യാവശ്യം റേറ്റ് കുറവാണ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ബംഗ്ലാദേശി ബയ്യ ആപ്പിളെല്ലാം കഴിവാണ്. പുള്ളി 100% ആത്മാർത്ഥതയാണ്, പിന്നെ ഹൈപ്പർ ആക്റ്റീവും. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.